വന്യമൃഗാക്രമണം ചെറുക്കാൻ സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരളവും കർണാടകയും തമ്മിൽ ധാരണ. വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള ചാർട്ടറുകളിൽ ഇരു സംസ്ഥാനങ്ങളും ഒപ്പിട്ടു. വന്യജീവി ആക്രമണം ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ദിപ്പൂരിൽ ചേർന്ന അന്തർ സംസ്ഥാന യോഗത്തിലാണ് ധാരണ. വനാതിർത്തികളിൽ റെയിൽ ഫെൻസിംഗിന് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ലെന്ന് കർണാടക വനമന്ത്രി ഈശ്വര ഖാൻഡ്രെ കുറ്റപ്പെടുത്തി. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത മാറ്റം വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ രൂക്ഷമാണ് വന്യജീവി ആക്രമണം. ഇന്നുകൂടി പലയിടങ്ങളിൽ കേരളത്തിൽ അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ആ ഘട്ടത്തിൽ ഈ ഒരു ചാർട്ടറിൽ ഒപ്പിട്ടു എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട്? അടിയന്തര പ്രാധാന്യത്തോടെ അത് നടപ്പാക്കുക എന്ന തരത്തിലേക്ക് പോകുന്ന ഏതൊക്കെ തീരുമാനങ്ങളുണ്ട്? നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണിത്. അത് കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാന അതിർത്തി പിന്നിടുന്ന നാഗർഹോളെ, ബന്ദിപ്പൂർ, അതോടൊപ്പം തന്നെ മുതുമല ഉൾപ്പെടെയുള്ള വനമേഖല, വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടെ വനമേഖല, ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിലും സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാടിനെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത്. കർണാടക റേഡിയോ കോഡർ ഘടിപ്പിച്ച് വിട്ട 2 ആനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുകയും ഒരു ആന കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ബേലൂർ മക്കനെയും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് തണ്ണീർക്കൊമ്പനും കർണാടക റേഡിയോ കോഡർ ഘടിപ്പിച്ച് വിട്ട ആനകളാണ്. അത് ഇറങ്ങി ഇത്തരം പ്രതിസന്ധികൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വന്യമൃഗ ശല്യം പ്രതിരോധിക്കാൻ വേണ്ടി അന്തർ സംസ്ഥാന സമിതിയുടെ യോഗം ചേർന്നത്. ഇത്തരം ഒരു പതിവ് ഇല്ല. ഇത് ഉദ്യോഗസ്ഥ ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് കാണുന്നത്. ഇവിടെ അവസാനിക്കുന്നില്ല. 2 മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈശ്വര ഖാൻഡ്രെ കർണാടക വനംവകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ ഈ കേരള വനംവകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രി പങ്കെടുത്തില്ലെങ്കിലും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും ഒരു ചാർട്ടർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 4 ലക്ഷ്യങ്ങളാണ് ഈ ചാർട്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മനുഷ്യ മൃഗസംഘർഷ മേഖല അടയാളപ്പെടുത്തുക. ഇതിൻ്റെ എന്താണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാനപ്പെട്ട മൂലകാരണം എന്നുൾപ്പെടെയുള്ളത് കണ്ടെത്തുക. ഇതിൻ്റെ ലഘൂകരണത്തിനുള്ള വഴി തേടുക. ഇത്തരം കാര്യമാണ് ഒന്നാമത്തെ നടപടി. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുക, അതിവേഗത്തിൽ ഇടപെടൽ സാധ്യമാക്കുക, വിഭവ സഹകരണം, അതോടൊപ്പം തന്നെ വിവരം കൈമാറൽ വേഗത്തിലാക്കൽ, വിദഗ്ധരുടെ സേവനം തമ്മിലുള്ള സഹകരണം, വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കാനുള്ള അന്തർ സംസ്ഥാന സഹകരണം വേണം എന്നുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വിഭവശേഷി വികസനത്തിൻ്റെ ഭാഗമായ ഇടപെടൽ, അടിസ്ഥാന സൗകര്യ വികസനം, കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ 4 ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക. ഈ കർണാടകയിലെ അടക്കം വനാതിർത്തികളിലെ റെയിൽവേ ഫെൻസിങ്ങിന് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ കർണാടക വനം മന്ത്രി ഈശ്വര ഖാൻഡ്രെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടത് 72-ലെ വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് അതിൽ കാലോചിതമായ മാറ്റം വേണമെന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടത്. അത് സംസ്ഥാന നിയമസഭ പ്രമേയം വഴി പാസ്സാക്കിയതാണ്. അതിൽ കൃത്യമായ രീതിയിൽ ഇടപെടാൻ PCCF-നും ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ ഇടപെടാനുള്ള അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തരത്തിൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത മാറ്റം വേണമെന്ന ആവശ്യം കേരളത്തിൽ നിന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ കർണാടകം കേന്ദ്രത്തിന് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. റെയിൽ ഫെൻസിങ്ങിനുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ. ഇത് തുടർ പ്രക്രിയയാണ്. യോഗം തുടരും. നോഡൽ ഓഫീസർമാരെ നിയമിക്കും എന്നതാണ് യോഗത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം.